ലോക ആർണിസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 12 മെഡലുകൾ. കെ വിൻസെന്റ്, അഭിരാം CM, കൃഷ്ണ S, ഗണേഷ് അനസ്, AK ഹണി തോമസ്, അലൻ സുഭാഷ് എന്നിവരാണ് മെഡൽ നേടിയതെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ആഗസ്റ്റ് 5-ന് സമാപിച്ച ലോക ആർണിസ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം 4 സ്വർണവും 2 വെള്ളിയുമടക്കം 12 മെഡലുകൾ കരസ്ഥമാക്കി. ഫിലിപ്പൈൻസിലെ ദേശീയ കായിക വിനോദവും പരമ്പരാഗത ആയോധന കലയുമാണ് ആർണിസ്. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ മത്സര ഇനവുമാണ്. 73 സ്വർണമടക്കം 281 മെഡലുകൾ നേടിയ ഇന്ത്യക്കാണ് ലോക ചാമ്പ്യൻഷിപ്പ്. ഇസ്കിമ, കാലി എന്ന പേരുകളിലും ഈ ഇനം അറിയപ്പെടുന്നു. ചൂരൽവടി, കത്തി, മൂർച്ചയുള്ള ബ്ലേഡ് എന്നിവയാലുള്ള സായുധ പ്രതിരോധവുമാണ് ആർണിസിന്റെ പ്രത്യേകത. സംസ്ഥാന ടീം അംഗങ്ങൾക്ക് പാലക്കാട്, കോഴിക്കോട്, കോട്ടയം, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിൽ കേരള ആർണിസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ചാണ് 18ാം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അവർ 12 മെഡലുകൾ നേടി. അതിൽ പങ്കെടുത്ത 6 പേർക്ക് മെഡലുകൾ കിട്ടി. 3 സ്വർണം മിക്സഡ് ഗ്രൂപ്പിൽ പങ്കെടുത്ത 3 ഐറ്റത്തിലും ഗോൾഡാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് അഭിരാമ. അദ്ദേഹത്തിന് 1 സ്വർണവും 1 വെങ്കലവും കിട്ടി. അപ്പോൾ കോട്ടയം ജില്ലയ്ക്കാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്ന 4 സ്വർണം കോട്ടയം ജില്ലയിൽ നിന്ന് പോയി വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയിരിക്കുന്നത്, മത്സരാർത്ഥികൾക്ക്. അപ്പം പിന്നെ മൊത്തം നമുക്ക് 12 മെഡലും കിട്ടി. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന 251 മെഡലിൽ 4 സ്വർണവും 6 ബ്രോൺസും 2 സിൽവറും നമ്മുടെ കേരളത്തിൻ്റെ സംഭാവന. ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. കെ വിൻസെന്റ്, അഭിരാം CM കോട്ടയം, കൃഷ്ണ S, ഗണേഷ് അനസ് AK കൊല്ലം, ഹണി തോമസ്, അലൻ സുഭാഷ് കോഴിക്കോട് എന്നിവരാണ് മെഡൽ നേടിയത്. ഇത് ആർമിസിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ട് കൊല്ലം ജില്ലയിലെ ശിവകുമാർ മിത്രമാണ് നമ്മളോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ അതേ പറഞ്ഞ രീതിയിൽ നമ്മൾ പോയി ഞാനും സെക്രട്ടറി സുരേഷ് ഇവരൊക്കെ നമ്മുടെ ഈറോഡ് വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെലക്ഷൻ ക്യാമ്പ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയാണ് നമ്മൾ പോയത്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ മെഡൽ കിട്ടിയത്. ജീവിതത്തിൽ ഞാനൊരു 28 വർഷത്തോളം ഈ കളരിയായിട്ടും കിക്ക് ബോക്സിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു മെഡൽ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് എനിക്ക് കിട്ടിയതോടൊപ്പം തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റാണ് അഭിരാമം. അപ്പം എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ ഒരു മെഡലും 2 മെഡൽ കിട്ടിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. റോബിൻ ഹിലാരി, ശിവരാമൻ എന്നിവർ മത്സരത്തിൽ പങ്കെടുത്തു. പാഡഡ് പോയിന്റ്, സിംഗിൾ സ്റ്റിക്ക്, നൈഫ് പോയിന്റ് എന്നീ 3 ഇനങ്ങളിലാണ് കേരള ടീം യോഗ്യത നേടിയിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളിലെ പ്രചാരം ലഭിക്കാതിരിക്കുന്ന ഒരു തനത് കലാരൂപം അല്ലെങ്കിൽ തനത് സ്പോർട്സ് ഐറ്റമാണ് ആർമീസ് എന്ന് പറയുന്നത്. ആർമീസിന്റെ പ്രഭാവസ്ഥാനം ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസാണ്. ഫിലിപ്പൈൻസിലെ 15ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലെ ആൾക്കാർ സ്വയം ആത്മരക്ഷാർത്ഥം ഉപയോഗിച്ചിരുന്ന ഒരു ആയോധന കലയാണ് ആർമീസ് എന്ന് പറയുന്നത്. ആർമീസിനെ അത് ഇപ്പോൾ 19ാം നൂറ്റാണ്ടിൽ 20 സ്പെയിനിന്റെ സ്പാനിഷ് കോളനിയാക്കിയത് പിന്നീട് മാറി. ആ കോളനിയാക്കി മാറ്റിയപ്പോൾ സംഭവിച്ച ഈ ആർമീസ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം അല്ലെങ്കിൽ ആയോധന കലയെ അവരെ ബാൻ ചെയ്തു, നിർത്തലാക്കി. അതിനുശേഷം ഫിലിപ്പൈൻസ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യമായിട്ട് കാലക്രമേണ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയും 2000 ആണ്ടോടുകൂടി അതൊരു സ്പോർട്ട് ഐറ്റമായിട്ട് ഫിലിപ്പൈൻസിലെ ഔദ്യോഗിക സ്പോർട്ട് ഐറ്റമായിട്ട് കായിക ഇവന്റായിട്ട് മാറി. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആർണിസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൻസെന്റ് K, വൈസ് പ്രസിഡന്റ് റാണി, സെക്രട്ടറി VS സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ദീപേഷ് KR, ഗജാഞ്ചി കൃഷ്ണപ്രസാദ്, രക്ഷാധികാരി അഡ്വക്കേറ്റ് G ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, പാലാ.